നമസ്കാരം. CPIM എന്ന പാർട്ടി ഇരുട്ടിൽ തപ്പുകയാണ്. അതീവ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ അവർക്ക് കഴിയുന്നില്ല. കാര്യങ്ങൾ മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷെ മനസ്സിലാകാത്ത ഭാവം നടിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്ന ഏതൊരാൾക്കും അറിയാം, ചെറിയ കുട്ടിക്ക് പോലും അറിയാം എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് വലിയ പരാജയം ഉണ്ടായി എന്ന കാര്യത്തെക്കുറിച്ച് കുട്ടികൾ പോലും വളരെ കൃത്യമായി മറുപടി പറയും. എന്നാൽ CPIM ആ തെറ്റുകൾ ആവർത്തിക്കുകയാണ്. പകരം അവർ ഒരു പാട്ടിനെ പഴി പറയുകയാണ്. ആ പാട്ട് പാടിയവർക്കെതിരെ പോലീസിനെ ഉപയോഗിച്ച് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾക്ക് അത് ശരിയാണ് എന്ന രീതിയിൽ ഒരു നിലപാടെടുത്തതാണ് CPIM-നുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി. CPIM-ന്റെ നയസമീപനങ്ങളിൽ വെള്ളം ചേർത്തു എന്ന ആക്ഷേപം പരക്കെയുണ്ട്. അത് CPIM-ന് മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷെ അതല്ല ശരി. പാട്ടാണ് പ്രശ്നം, അല്ലെങ്കിൽ ആ പാട്ട് വിശ്വാസികളെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് CPIM അധികാരം കയ്യിലുള്ളതിന്റെ അഹങ്കാരം കാണിക്കുകയാണ്. ഇത്രമാത്രം ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് ആ പാർട്ടി ഇതിനു മുന്നേ പോയിട്ടില്ല. പലപ്പോഴും ചില കുഴികളിലും അതുപോലെ തന്നെ ചില വെട്ടിലും ഗട്ടറിലും ഒക്കെ ആ പാർട്ടി വീണിട്ടുണ്ട്. പക്ഷെ തടി കേടാകാതെ രക്ഷപ്പെട്ടു പോന്നിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ സിനിമാ നടി ഭാവനയെ ക്ഷണിച്ചുകൊണ്ട് ക്രിസ്തുമസ് വിരുന്ന് സംഘടിപ്പിച്ചു നമ്മുടെ മുഖ്യമന്ത്രി. ഈ വിരുന്നിൽ മുഖ്യമന്ത്രിക്ക് തൊട്ടടുത്ത് നിൽക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ സമയങ്ങളിൽ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം നമ്മളൊക്കെ കേട്ടതാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വന്ന് പറയുന്നത് എന്നെ ദ്രോഹിക്കുകയാണ്, എന്നെ ഒറ്റപ്പെടുത്തുകയാണ്, ഞാനൊരു പാവപ്പെട്ട മതത്തിൽപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞ് അയ്യോഭാവം കളിക്കുകയാണ്. അത് ഏറ്റെടുക്കാൻ ഇവിടെ ചില ചാനലുകളുമുണ്ട്. എന്നാലും വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന അതേ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷവും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പുണ്യാളനാണ് എന്ന രീതിയിലുള്ള പ്രതികരണം. എന്തായാലും പാട്ടിനെതിരെ, ആ പാട്ടിനു മേൽ കൈവച്ച സർക്കാരിന് കൈപൊള്ളുമെന്ന കാര്യത്തിൽ തർക്കമില്ല. CPIM-ന് കൈപൊള്ളുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇവിടെ ആ പാട്ട് രചിച്ച പ്രവാസി കുഞ്ഞബ്ദുള്ള, അതുപോലെ തന്നെ ആ പാട്ട് പാടിയ ആളുകൾ, ആ പാട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളൊക്കെ വളരെ ആത്മവിശ്വാസത്തിലാണ്. കാരണം നിയമപരമായി ഇപ്പോഴെടുത്ത കേസിനെ നേരിടും എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രവാസിയായിട്ടുള്ള കുഞ്ഞബ്ദുള്ള ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് പോലീസ് കത്തയക്കും. അദ്ദേഹം ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഗാനം രചിച്ചു എന്ന് കാണിച്ചാണ് കത്തയക്കാൻ പോകുന്നത്. അതായത് കുഞ്ഞബ്ദുള്ളയെ അഡപടലം മുടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാലും കുഞ്ഞബ്ദുള്ളയുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം വന്നിട്ടുണ്ട്. ഞാൻ ആ വിഷയം പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. കാരണം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും അതുപോലെ തന്നെ സാധാരണക്കാരും വിശ്വാസമില്ലാത്തവരും ഒക്കെ പ്രതികരിച്ചു കഴിഞ്ഞു. അവർക്കൊക്കെ പറയാനുള്ളത് ഒരേ കാര്യം തന്നെയാണ്. CPIM ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി രാവും പകലുമില്ലാതെ ശബ്ദിക്കുന്ന CPIM ഇപ്പോൾ അവരെടുത്ത നിലപാട് അവർക്ക് വലിയ രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് വ്യാപകമായിട്ടുള്ള പ്രതികരണം. എന്തായാലും കുഞ്ഞബ്ദുള്ളയുടെ പ്രതികരണം അടുത്ത പാട്ട് അധികം വൈകാതെ ഇറക്കുമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ടുള്ള പാട്ടാണ് ഇറക്കിയത് എങ്കിൽ വാസു ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന, ഈ സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന വാസു ജയിലിൽ നിന്നും മുഖ്യമന്ത്രിക്ക് അയച്ച കത്താണ് അടുത്ത പാട്ടിലെ വരികൾ അത്തരത്തിലുള്ളതാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് കലാഭവൻ മണിയുടെ ഒരു പാട്ട്, ഒരു മാപ്പിളപ്പാട്ടിന്റെ ട്യൂണിൽ കലാഭവൻ മണി ഒരു പാരഡി ഗാനം ആലപിച്ചത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. വളരെയധികം ജനങ്ങൾ ഏറ്റെടുത്ത ഒരു പാട്ടാണ്. എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് എന്നൊക്കെ തുടങ്ങുന്ന ഒരു പാട്ടാണ്. എന്തായാലും എത്രയും പ്രിയപ്പെട്ട എന്റെ മുഖ്യൻ വായിച്ചറിയാൻ വാസു എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അത് അധികം വൈകില്ല എന്ന് ഇവിടെ കുഞ്ഞബ്ദുള്ള, പ്രവാസിയായിട്ടുള്ള കുഞ്ഞബ്ദുള്ള വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ പാട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPIM-ന് കനത്ത തിരിച്ചടിയാകും. പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മൊത്തത്തിൽ അങ്ങ് തൂക്കി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിയെങ്കിൽ അടുത്ത പാട്ട് CPIM-നെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ പാട്ടായിരിക്കും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും CPIM ഇപ്പോൾ ഈ പാട്ടുമായി ബന്ധപ്പെട്ട ഈ ഒരു കേസും അതുപോലെ തന്നെ മറ്റു നടപടികളിലേക്കും ഒക്കെ കടന്നത്, അല്ലെങ്കിൽ പോലീസ് കടന്നത്, അത് അവർക്ക് വലിയ പാരയാകും. ഒരു കുഴി കുത്തി ആ കുഴിയിൽ തന്നെ CPIM തന്നെ ആ കുഴിയിൽ
വീണ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.